നമസ്കാരം. ഏഷ്യൻ വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വസ്തു എടുക്കുക, വസ്തു രജിസ്റ്റർ ചെയ്യുക. 1 ലക്ഷമാണെങ്കിലും 2 ലക്ഷമാണെങ്കിലും അവർക്ക് വസ്തു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ബ്ലേഡുകാർ പൈസ കൊടുക്കുന്ന അവസ്ഥ. അതിന് തിരിച്ചടവെന്ന് പറയുന്ന 6% പലിശയാണ് മേടിക്കുന്നത്. ഒരു ആളുടെ കയ്യിൽ നിന്ന് 6% പലിശ. ബാങ്ക് റൂൾ വെച്ച് 6% പലിശ മേടിക്കാനുള്ള ഒരു പ്രൊവിഷനും ആർക്കുമില്ല. കോട്ടയം കേന്ദ്രീകരിച്ച് കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ വരുന്നതിന് ആദ്യമായി തന്നെ നമ്മൾ 5000 രൂപ അല്ലെ 6000 രൂപ വണ്ടിക്കൂലി തന്നെ ഇട്ട് കൊടുക്കണം. വണ്ടിക്കൂലി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പൈസ മേടിക്കുക. വാല്യുവേഷൻ ആണെന്ന് പറഞ്ഞ് അതിനൊരു 10,000 രൂപ. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞ് ആ വീട് വന്ന് കണ്ടു കഴിഞ്ഞ് അവർ പറയും, അത് നടക്കത്തില്ല. അപ്പോൾ എങ്ങനെയായി 12,000 രൂപ നഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗവൺമെൻറ് ഇങ്ങനെയുള്ള ആളുകൾക്കൊരു സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന ആളുകളെ കേരള ബാങ്ക് വഴിയോ മറ്റുള്ള ബാങ്കുകൾ വഴിയോ സിബിൽ സ്കോറോ അങ്ങനെയുള്ള പൊട്ടി നിൽക്കുന്ന ആളുകളെ ഒന്ന് സഹായിക്കാൻ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴിത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അയാളൊരു വലിയ വണ്ടിയിൽ, വലിയ ഹൈ ലെവൽ വണ്ടിയിൽ വരും. വണ്ടിയെ വന്നിട്ട് ആ സ്ഥലം നോക്കും. പാവപ്പെട്ടവനോട് 5 രൂപയും മേടിച്ചുകൊണ്ട് പോകും. പിന്നെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ 7,000 രൂപ. പിന്നെ ലോൺ നടക്കത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകൾ കോട്ടയം കേന്ദ്രീകരിച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാവങ്ങളാരെങ്കിലും ഒരു 10 രൂപ ഇവരോട് ചോദിച്ചെങ്കിൽ പറയും, അതിനുള്ള എന്താണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് തരാനുള്ള സാധനം എന്നാ, പ്രൂഫ് എന്താ? ഇപ്പം ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി. ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഫണ്ട് വേണമെങ്കിൽ ഞാൻ ബ്ലേഡുകാരെ ആശ്രയിക്കണം. അപ്പോൾ എൻ്റെ സിബിൽ പൊട്ടിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റുന്നത്. ഈ സിബിൽ തകർന്നു നിൽക്കുന്ന ആളുകളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേരള ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എത്രയോ പേർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുമെന്നറിയാമോ? ഇന്നലെ കണ്ടു 370 കോടി തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന അവസ്ഥ. ഇതിനൊന്നും ഒരു ബാങ്കുകൾക്കും കുഴപ്പമില്ല. പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പറയും സിബിൽ സ്കോർ പൊട്ടി, മറ്റേത് പൊട്ടി, മറിച്ചേത് പൊട്ടി എന്ന് പറഞ്ഞ് അവന് തിരിച്ചടയ്ക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഈ 370 കോടി എവിടെ പോയി? ആര് തിരിച്ചടയ്ക്കുന്നു? എന്തൊരു കഷ്ടമായി കാണിക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഇത് തന്നെയാണ് ക്ലബിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി. അതായത് നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് സിബിൽ പൊട്ടി നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട് ജപ്തി ആയിരിക്കുകയാണെങ്കിൽ വന്നിട്ട് പറയും, ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീട് നമുക്ക് വേറൊരാളെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാം. ഈ പർച്ചേസിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം? എനിക്ക് 40 ലക്ഷം രൂപ വേണം. നിങ്ങൾക്ക് എത്ര രൂപ വേണം? എനിക്കൊരു 10-20 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ മതി. ഓക്കെ, വരുന്നവന് 40 ലക്ഷവും മറ്റവന് ഓണർക്ക് 20 ലക്ഷം, 25 ലക്ഷം രൂപ മേടിച്ച് ഇത് കൈകാര്യം ചെയ്യുന്നത് മിക്കക്കള്ളി ഇല്ലാതെ ചെയ്യുന്ന പണിയാണ്. അവസാന ഭാഗത്ത് ഇവന് തിരിച്ചടയ്ക്കാൻ EMI അടയ്ക്കാനില്ലാതെ വരുമ്പോഴത്തേന് ഇത് പൊട്ടിക്കഴിഞ്ഞവൻ്റെ വീട് ജപ്തിയാകുന്നു. ഇതൊക്കെ ആണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ബാങ്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാങ്കിൻ്റെ മാനേജർമാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ നമുക്ക് ഈ രാജ്യത്ത് പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ കേരള ബാങ്കിൽ നിന്നൊരു വായ്പ കിട്ടുകയാണെങ്കിലോ അല്ല മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് സിബിൽ നോക്കാതൊരു വായ്പ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയോജനം അതുകൊണ്ടുണ്ടാവും. അതുപോലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഗ്രൂപ്പ് ലോണ്, ആ ഗ്രൂപ്പ് ലോണിന് ചെയ്യുന്ന പരിപാടി എന്താ? ഗ്രൂപ്പ് ലോണിന് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ അവൻ്റെ ആധാർ കാർഡും പാൻ കാർഡും നോക്കി സിബിൽ എന്ന് പറയുന്ന സംഭവം നോക്കിയിട്ട് അവർ ആ ആധാറും പാനും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണ്. ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ആധാറും പാനും വെക്കാതെ, ഈ സാധാരണ ഫൈനാൻസുകാർക്ക് കൊടുക്കാതെ നല്ല നല്ല ലോണുകൾ, അത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ലോണുകൾക്ക് ആധാറും പാനും ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതോടെ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ 650 സ്കോർ ഉള്ളവർക്ക് വേണ്ട, ഒരു 580 സ്കോറിലും ഉള്ളവർക്ക് ലോണ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരണം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വിപുലീകരണം ഉണ്ടാവുകയും ചെയ്യും, നല്ല രീതിയിലൊരു ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഉയർച്ച ഉണ്ടാകും. ഇത് ഉയർച്ച ഉണ്ടാകുന്നില്ല, ഒരു ബിസിനസ്സും ഉണ്ടാകുന്നില്ല. വൻകിട ആളുകൾക്ക് പോലും ചില സിബിൽ സ്കോറിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ളവരെയാണ് ഈ ആളുകൾ വന്ന് ആകർഷിക്കുന്നതും അവരെ തട്ടിപ്പ് നടത്തുന്നതും. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതായത് ഈ ഒരു വസ്തു രജിസ്റ്റർ ചെയ്താൽ അതിന് 6% അവർ മേടിക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 6% എന്ന് പറയുമ്പോൾ 6000 രൂപ, 10 ലക്ഷം രൂപയ്ക്ക് 60,000 രൂപ. ഈ ആളുകൾ 25 ലക്ഷം രൂപ മേടിച്ചാൽ 1,20,000 രൂപ. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആധാരം, കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇരിക്കുന്ന ആധാരം മറ്റുള്ള ബാങ്കുകളിലേക്ക് മാറ്റാൻ ഒരു ദിവസം അവർ മേടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, പാവപ്പെട്ടവൻ്റെ നിന്ന് മേടിക്കുന്നതാണ് 1000 രൂപ. മാക്സിമം അവർ കൊടുക്കുന്നത് 7 ദിവസമാണ്. ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ ഈ പൈസ റിട്ടേൺ കൊടുത്താലും 7 ദിവസത്തെ പലിശ കൊടുക്കണം. അപ്പോൾ 10 ലക്ഷം രൂപ എടുത്താൽ 7 ദിവസമാകുമ്പോൾ എത്രയായി? 70,000 രൂപ ഒന്നും അറിയാതെ പോവുകയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്കെതിരെ ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇരിക്കുന്ന ആധാരങ്ങൾ ഡയറക്റ്റ് ഇവർക്ക് ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ വഴിപോക്കരെ നമുക്ക് മാറ്റിവിടാനുള്ള സൗകര്യമുണ്ടാകും. അതിന് ബഹുമാന്യനായ മുഖ്യമന്ത്രി സഹിതം അതിന് മുന്നോട്ടിറങ്ങണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.